ഹായ് മക്കളെ, എക്സാം പാറ്റേണിൽ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ 90% നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് നിന്നായിരിക്കും ഈ ചാപ്റ്ററിന് ചോദ്യങ്ങൾ വരിക. ഒരു 10% എന്തിനാണ് മാറ്റി വെക്കുന്നത് ചോദിച്ചാൽ പാറ്റേണിൽ മാറ്റങ്ങൾ വന്ന് പുതിയ ടൈപ്പ് ചോദ്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം ഫുൾ മാർക്കിന് ഉതകുന്നതല്ല എന്ന് ആദ്യമേ ഞാൻ എന്ത് ചെയ്യാണ് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടും ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ചാപ്റ്ററിലെ ബാക്കി കണ്ടന്റ്സ് പഠിച്ചാൽ മതി. നമുക്ക് ചോദ്യങ്ങളിലൂടെ പോകാം. ഒന്നാമത്തെ ചോദ്യം ഡോട്ട് പ്രൊഡക്റ്റ് കാണാനുള്ള ചോദ്യങ്ങളായിരിക്കും. ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ വളരെ സിമ്പിൾ ആണ് മക്കളെ. നിങ്ങൾക്ക് ഇവിടെ രണ്ട് വെക്ടേഴ്സ് തരും. ആ രണ്ട് വെക്ടേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക, എ ഡോട്ട് ബി എന്ന രീതിയിൽ നിങ്ങൾ എടുത്ത് എഴുതാം. അതിനുശേഷം ആ വെക്ടേഴ്സിന്റെ ഓർഡർ പ്രകാരം തന്നെ 2i ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് മൈനസ് 5 ക്യാപ്പ് എന്ന് എഴുതുക. എന്നിട്ട് ഡോട്ട് കൊടുക്കുക. ഇനി വെക്ടർ ബിന് 5i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് മൈനസ് 5k ക്യാപ്പ്. ഇനി ഏതെങ്കിലും ടേംസ് ഇല്ലെങ്കിൽ അവിടെ 0 കൊടുത്താൽ മതി കേട്ടോ. ജെ ഇല്ലെങ്കിൽ അവിടെ 0j എന്ന് കൊടുത്താൽ മതി. ഇനി അടുത്ത പരിപാടി, ഇവിടെ ഐൻ്റെ കൂടെയുള്ള നമ്പർ, ഐൻ്റെ കൂടെയുള്ള നമ്പർ ആരാ 2. ആ 2നെ ആരോട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ ഐൻ്റെ കൂടെയുള്ള നമ്പർ ആരാ 5. അങ്ങനെയാണെങ്കിൽ 2 × 5 സൈൻ നോക്കണേ. എന്നിട്ട് ബ്രാക്കറ്റ് എടുക്കുക, ഒരു പ്ലസ് കൊടുക്കുക. അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. അടുത്ത ആരൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഇവിടെ ജെൻ്റെ കൂടെയുള്ള നമ്പർ, അവിടെ ജെൻ്റെ കൂടെയുള്ള നമ്പറോട്. അപ്പോൾ ഇവിടെ ജെൻ്റെ കൂടെയുള്ള നമ്പർ ഏതാ, ശരിക്കും ഒന്നും ഇല്ല എന്നല്ല, അവിടെ ഒന്നുണ്ട് അല്ലേ. ഇവിടെ ആക്ച്വലി 1j എന്നല്ലേ. അപ്പോൾ 1 × അവിടെ ജെൻ്റെ കൂടെയുള്ളത് 2 ആണ്. പ്ലസ് കൊടുക്കുക, അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി എന്താ പരിപാടി, ഇതാ ഇവിടെ കെൻ്റെ കൂടെയുള്ള -5നെ അവിടെ കെൻ്റെ കൂടെയുള്ള -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -5 × -5 എന്നായി. ആൻസറായി, പരിപാടിയായി. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് 2 × 5 10 ആണ്, പ്ലസ് 1 × 2 ആണ്. അപ്പോൾ -5 × -5 പ്ലസ് 25 ആണ്. അപ്പോൾ നമുക്ക് 37 എന്ന ആൻസർ വരും കേട്ടോ. 37 ആൻസർ കിട്ടി. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് മാറി വരും, പക്ഷേ മെത്തേഡ് സെയിം ആണ്. സെറ്റ് അല്ലേ, റെഡി. ഇത് കണ്ട് മനസ്സിലായത്, ഇതുവരെ മനസ്സിലായി ലൈക്ക് അടിക്കാത്തൊന്ന് ലൈക്ക് അടിക്കണേ. അങ്ങനെയാണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതറാ. അങ്ങനെയാണെങ്കിൽ അവർക്കിടയിലുള്ള ആംഗിൾ എത്ര എന്നാണ് നമ്മൾ പഠിച്ചാൽ എന്താ, എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ എന്നാണ്. കോസ് തീറ്റ എന്നാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേര് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവർക്ക് തീറ്റ എത്ര ആയിരിക്കും, അവർക്കിടയിലെ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ കോസ് 90 എന്താവും, ഈ ടേം 0 ആവും. അപ്പോൾ എ ഡോട്ട് ബീൻ്റെ വാല്യൂ എന്താവും, എ ഡോട്ട് ബീൻ്റെ വാല്യൂ 0 കേട്ടോ. ഇനി ഈ ചോദ്യം തിരിച്ചും ചോദിക്കും മക്കളെ. അതായത് രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള സ്കേലാർ പ്രൊഡക്റ്റ് എന്താണ്, 0 ആണ്. അതായത് എ ഡോട്ട് ബി 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ തമ്മിൽ എത്ര ആയിരിക്കും, 90 ഡിഗ്രി. നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യത്തിന്റെ നേരെ തിരിച്ചുള്ള ചോദ്യം ചോദിക്കും. അടുത്തത് ഇതുപോലെ വർക്കിന്റെ ഡെഫിനീഷൻ, ഇത് ഈ ചാപ്റ്ററിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് വർക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഉത്തരം വേണം. ആ ഉത്തരമാണ് ദ പ്രൊഡക്റ്റ് ഓഫ് കമ്പണന്റ് ഓഫ് ദ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഡിസ്പ്ലേസ്മെന്റ്. നിങ്ങൾ ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ് എഴുതരുത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെങ്കിലും എഴുതാം, വർക്ക് ഈസ് ഈക്വൽ ടു സ്കേലാർ അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇക്വേഷൻ എന്താണ്, എഫ് എസ് കോസ് തീറ്റയാണ്. അതിൻ്റെ യൂണിറ്റ് വരുന്നത് ജൂളാണ് കേട്ടോ. അതിൻ്റെ യൂണിറ്റ് വരുന്നത് ജൂളാണ്. അടുത്തത് എക്സാമ്പിൾ ഫോർ 0 വർക്കാണ്. 0 വർക്കിന് 2 എക്സാമ്പിളുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഒന്നൊരു കോൺക്രീറ്റ് വാൾ നിങ്ങൾ പുഷ് ചെയ്യാണ്. നിങ്ങളൊരു കോൺക്രീറ്റ് വാളിനെ പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് 0 അല്ല, പക്ഷെ അവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതുകൊണ്ട് വർക്ക് 0 ആയിരിക്കും. അടുത്ത കേസ്, വർക്കർ സ്റ്റാൻഡിങ് സ്റ്റിൽ വിത്ത് എ ലോഡ് ഓൺ ഹെഡ്. 2 എക്സാമ്പിൾ ആണ്. അതായത് ഒരു മനുഷ്യൻ അല്ലെ, ഒരു വർക്കർ എന്ത് ചെയ്യാണ്, തലയിൽ ഒരു ചുമടുമായി നിൽക്കുകയാണ്. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചുമടിന് മുകളിലോട്ട് ഫോഴ്സ് കൊടുക്കുന്നത് അതിന്റെ താഴോട്ടുള്ള വെയിറ്റിനെതിരെ. എന്നാൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്ര, 0. കാരണം നീങ്ങുന്നുണ്ടോ, അനങ്ങുന്നുണ്ടോ, ഇല്ല. അപ്പോൾ വർക്ക് ഡൺ എത്ര ആയിരിക്കും, 0. അപ്പോൾ 2 എക്സാമ്പിളുകൾ നിങ്ങൾ കാണാതെ 2 എക്സാമ്പിൾ പഠിക്കുക. ഇനി ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരികയാണ്. അതായത് തന്നിരിക്കുന്നതിൽ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, 0 വർക്ക് കണ്ടെത്താൻ പറഞ്ഞാൽ ഓരോ കേസ് നിങ്ങൾ നോക്കുക. വർക്ക് ഡൺ ബൈ മാൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ്. ഒരു ബക്കറ്റ് ഉയർത്തുന്ന സമയത്ത് മാൻ ചെയ്ത വർക്കാണ് അല്ലേ. അപ്പോൾ ലിഫ്റ്റ് ചെയ്തു, മുകളിലോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. പൊക്കാൻ വേണ്ടി മനുഷ്യൻ എങ്ങോട്ടാ ഫോഴ്സ് കൊടുക്കേണ്ടത്, മുകളിലോട്ട്. രണ്ടും സെയിം ഡയറക്ഷൻ ആണ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും, പോസിറ്റീവ്. അടുത്ത വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി വൈൽ മാൻ ലിഫ്റ്റ് എ ബക്കറ്റ്. സെയിം എക്സാമ്പിൾ, ബക്കറ്റ് മുകളിലോട്ടാണ്, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടാണ്. എന്നാൽ ബൈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, താഴോട്ട്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്. അടുത്ത കേസ്, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഇനിയപ്പോഴാ ഓൺ എ ഫ്രീലി ഫോളിംഗ് ബോഡി. അപ്പോൾ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ, താഴോട്ട്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സാ, അതെങ്ങോട്ടായിരിക്കും, താഴോട്ട്. ക്ലിയർ ആയോ? അപ്പോൾ രണ്ടുപേരും സെയിം ഡയറക്ഷൻ ആയിട്ട് വർക്ക് ഡൺ എന്തായിരിക്കും, പോസിറ്റീവ്. അടുത്ത കേസ് പറയടാ, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി ട്രാവലിംഗ് ഓൺ എ ലെവൽ റോഡ്. അപ്പോൾ ഒരു ബോഡി ലെവൽ റോഡിൽ ഇതാ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സാ. ഫ്രിക്ഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും, മോഷൻ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. രണ്ടുപേരും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്.
അടുത്ത കേസ് വർക്ക് ഡൺ ബൈ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് 1 മാർക്കിന് പലതവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് യൂണിഫോം സർക്കുലർ മോഷനിൽ ചെയ്യുന്ന വർക്ക് ഡൺ എന്താണെന്ന് വെച്ചാൽ, ഒരാൾ യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ അയാളുടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? ടുവേർഡ് സെൻറ്റർ ആയിരിക്കും. ഓക്കെ, ഈ പോയിന്റിൽ റെഡി. ഇനി ആ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ അറിയില്ലെങ്കിലും വെലോസിറ്റി ഡയറക്ഷൻ ആ പോയിന്റിന് ടാൻജൻഷ്യലാണ്. ആ സെയിം ഡയറക്ഷൻ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ. അപ്പോൾ അവർക്കിടയിലുള്ള ആംഗിൾ എത്ര? 90 ഡിഗ്രി. 90 ഡിഗ്രി ആണെങ്കിൽ വർക്ക് ഡൺ വിൽ ബി 0. എന്തുകൊണ്ട്? ഇതിന്റെ റീസൺ ഒന്ന് കമന്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് വർക്ക് ഡൺ 90 ഡിഗ്രി ആയപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് 90 ഡിഗ്രി ആയപ്പോൾ വർക്ക് ഡൺ 0? ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്തേ. അതിന്റെ കാരണവും നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. ലൈക്ക് അടിക്കാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം മക്കളെ. അടുത്ത സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം. ഈ ചാപ്റ്ററിലെ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വർക്ക് എനർജി തിയറം നിങ്ങളോട് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിക്കാതെ പോകരുത്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് എന്താണ്? അത് ഈക്വൽ ടു വർക്ക് ഡൺ. അതിനെങ്ങനെ നിങ്ങൾക്ക് ഇക്വേഷൻ ആക്കി എഴുതാം? ഡെൽറ്റ കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ ഇ. ഓർ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതാം, ഫൈനൽ മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇക്വേഷൻ ഫോർമാറ്റിൽ 12m × v² മൈനസ് u², ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഏത് രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചാണ്. ഇനി ഇതിൻ്റെ പ്രൂഫാണ് അല്ലേ, ഇതിൻ്റെ പ്രൂഫാണ്. അത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അതിൻ്റെ പ്രൂഫ് മക്കളേതാ? അറിയില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ വീഡിയോ കണ്ടുകൊണ്ട് എഴുതണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു വൈറ്റ് പേപ്പറിൽ പ്രൂഫ് കാണണം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് തേർഡ് ഇക്വേഷൻ മോഷൻ സ്റ്റാർട്ട് ചെയ്യാം. v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2 × a × s. ഈ u² ഇങ്ങോട്ട് പോരട്ടെ. v² മൈനസ് u² ഈസ് ഈക്വൽ ടു 2as. രണ്ട് സൈഡിലും ഞാൻ 12m മൾട്ടിപ്ലൈ ചെയ്യാണ്. 12m മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്താ സംഭവിക്കുക? 12mv² മൈനസ് 12mu² എന്നാവും അല്ലേ. ഹാഫ് വരുമ്പോൾ 2 പോവും. പിന്നെ എന്താ വരിക? m × a × s എന്നാ. m × a എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സിന് എന്തായിരിക്കും? F ആയിരിക്കും അല്ലേ. റെഡി. അപ്പോൾ ഇവിടെ F വരും. അപ്പോൾ ഇവിടെ F × S എന്നാവും. F × S എന്ന് പറഞ്ഞാൽ ആരാ? വർക്ക് ഡൺ. 12mv² എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി അല്ലേ. 12mu² എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി അല്ലേ. m × a F വരും. F × S എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ W. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇസ്കല്ലോ വർക്ക് ഡൺ. പ്രൂഫ് പഠിക്കട്ടോ. സെറ്റ് ആയെങ്കിൽ ഹാപ്പി ആണെങ്കിൽ ഒരു ഗ്രീൻ ടിക്കറ്റ്. ഇത്ര എഴുതിയാൽ മതിടാ. വെറും 4 സ്റ്റെപ്പ് എഴുതിയാൽ നിങ്ങൾക്ക് ഇതിന്റെ 2 അല്ലെങ്കിൽ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്തത്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് ലീനിയർ മൊമെന്റം. ഇതിന്റെ ഡെറിവേഷന് ഉപരി ഞാൻ ഇവിടെ റിലേഷൻഷിപ്പ് എഴുതാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p² ഡിവൈഡഡ് ബൈ 2m ആണ്. ഓർ p ഈസ് ഈക്വൽ ടു √2mk ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട റിലേഷൻഷിപ്പ് ആട്ടോ, മസ്റ്റ് ആണ്. അതിൽ നിന്ന് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരും. 5 കിലോഗ്രാമും 10 കിലോഗ്രാമുള്ള ബോളിന് കൈനറ്റിക് എനർജീസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് മൊമെന്റം കൂടുതൽ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഗ്രേറ്റർ മൊമെന്റം എന്നുള്ള ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ മൊമെന്റത്തിന് ഇക്വേഷൻ ചെയ്താൽ p ഈസ് ഈക്വൽ ടു √2m × k എന്നാണ്. കൈനറ്റിക് എനർജി സെയിം ആണ്. അപ്പോൾ ഈ k കോൺസ്റ്റന്റ് ആണ്, ഈ 2 കോൺസ്റ്റന്റ് റൂട്ടിൻ്റെ അകത്തുള്ള. അപ്പോൾ ഇത് നമുക്ക് എഴുതാൻ പറ്റും എന്താ? p പ്രൊപ്പോർഷണൽ ടു √m എന്നാ. അതായത് മാസ് കൂടുകയാണെങ്കിൽ മൊമെന്റവും കൂടും. അപ്പോൾ ഏതാ ആൻസർ വരിക? 10 കിലോഗ്രാം ബോളിനായിരിക്കും കേട്ടോ കൂടുതൽ. 10 കിലോഗ്രാം ബോളിനായിരിക്കും കൂടുതൽ മൊമെന്റ് ഉണ്ടാവുക. അപ്പോൾ ഇതേ ചോദ്യത്തിന്റെ തിരിച്ചുള്ള ചോദ്യം, അതായത് സെയിം ലീനിയർ മൊമെന്റം ആർക്കാണ് കൈനറ്റിക് എനർജി കൂടുതൽ എന്നുള്ള ചോദ്യത്തിന് ആൻസർ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം. ഇപ്പോൾ ഇത് ചെയ്തു നോക്കുക. ഇത് ചെയ്ത പോലെ നിങ്ങൾ ചെയ്തു നോക്കുക. എന്താ ട്രിക്ക് എന്താണ്? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതാ, എന്നിട്ട് കോൺസ്റ്റന്റ് ഉള്ള ആൾക്കാർ ഒഴിവാക്കിയിട്ട് ഇതേപോലെ റിലേഷൻഷിപ്പ് എഴുതാ, എന്നിട്ട് നിങ്ങൾ ഇത് ഉത്തരം കാണാം കേട്ടോ. അങ്ങനെ കണ്ട് തന്നെ പഠിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ കൺസർവേഷൻ ഓഫ് മെക്കാനിക് എനർജിയുടെ ലോ സ്റ്റേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എനർജി നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ് എഴുതരുത്. അതല്ല, അത് ചെറിയ ക്ലാസ്സിൽ, അത് ജനറൽ എനർജി കൺസർവേഷനാണ്. നമ്മളോട് ചോദിച്ച മെക്കാനിക് എനർജിയാ. അതായത് ടോട്ടൽ മെക്കാനിക് എനർജി ഓഫ് എ സിസ്റ്റം ഈസ് കൺസർവ്ഡ് വിത്ത് ദ ഫോഴ്സസ് ഡൂയിങ് വർക്ക് ഓൺ ഇറ്റ് ആർ കൺസർവേറ്റീവ്. അതിന് ഇക്വേഷൻ ആക്കി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. കൈനറ്റിക് എനർജി ഇനീഷ്യൽ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി പ്ലസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതാം. ഇതൊക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ടോട്ടൽ എനർജി എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആണെന്ന് എഴുതിയാലും അതിൻ്റെ ഇക്വേഷൻ ആയിട്ടോ. അറിഞ്ഞിരിക്കുക, സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. 1 or 2 മാർക്കിന് വരും. ഈ ചാപ്റ്ററിലെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു കേസ്. ഫ്രീ ഫോളിംഗ് ബോഡി അല്ലെ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ 3 പോയിന്റുകളിൽ A, B, C എന്ന് പറഞ്ഞ 3 പോയിന്റുകളിൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണ്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണ് നമ്മൾ ഷോ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഫിഗർ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ, ഫിഗർ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ M എന്ന് പറഞ്ഞൊരു മാസ് താഴോട്ട് വീഴുകയാണ്. അയാളുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? G ആയിരിക്കും. ഈ മൊത്തമായുള്ള ഹൈറ്റ് h ആണ്.
ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? ഇത് എച്ച് മൈനസ് എക്സ് ആയിരിക്കും. എച്ച് മൈനസ് എക്സ് ഇതൊക്കെ മേ ബി ഫിഗറിൽ തന്നെ തരും, തന്നിട്ടില്ലേ നിങ്ങൾ എഴുതണം. ഇനി എയുടെ കേസിലാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അറ്റ് എയുടെ കേസിൽ നമ്മൾ കൈനറ്റിക് എനർജി എഴുതി വെക്കുക. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി കെ എന്ന് എഴുതിയാൽ മതി. കെ ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. എടാ എ എന്ന് പറഞ്ഞ പോയിന്റിൽ അയാൾ റെസ്റ്റിലാണ്, അവിടുന്ന് ഡ്രോപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അയാളുടെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി എന്താണ്? 0. എ എന്ന് പറഞ്ഞ പോയിന്റിൽ കൈനറ്റിക് എനർജി ഉണ്ടോ? എ എന്ന് പറഞ്ഞ പോയിന്റിൽ കൈനറ്റിക് എനർജി ഇല്ല. ഇനി പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ mgh ആണ്. m ഇൻറ്റു ജി ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് എത്ര? h. രണ്ടും കിട്ടി. ടോട്ടൽ എനർജി എങ്ങനെയാ കാണുക? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മ് 0 പ്ലസ് mgh എന്ന് പറഞ്ഞാൽ mgh കിട്ടി. അവിടെ പ്രശ്നമില്ല അല്ലേ? ഇനി നമുക്ക് ആരാണ്? അറ്റ് ബി. അപ്പോൾ അത് അവിടെ നമ്മൾ കണ്ടു. അറ്റ് ബി ആണ് ഇനി കാണുന്നത്. അപ്പോൾ എയുടെ കേസിൽ ടോട്ടൽ എനർജി mgh കിട്ടിയെങ്കിൽ ബിയുടെ കേസിൽ ടോട്ടൽ എനർജി mgh കിട്ടണം. അത് കിട്ടിക്കാൻ നമുക്ക് വകുപ്പുണ്ട്. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? പൊട്ടൻഷ്യൽ എനർജി എഴുതുന്നു. mg ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് എത്ര? ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഹൈറ്റ് എത്ര? h മൈനസ് എക്സ് ആണ് അല്ലേ? ഹൈറ്റ് h മൈനസ് എക്സ് ആണ്. റെഡി. ഇനി അവിടുത്തെ കൈനറ്റിക് എനർജി കാണാൻ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു v² എന്നാണ് ഇക്വേഷൻ. അവിടെ നമ്മൾ തേർഡ് ഇക്വേഷൻ മോശം യൂസ് ചെയ്യണം. v² ഈസിക്കൽ u² പ്ലസ് 2as യൂസ് ചെയ്യണം. എടാ ആ കേസിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ? ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലേ? കാരണം ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്തപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ബി എപ്പോഴും 0 ആണ്. ഇനി ആക്സലറേഷൻ്റെ വാല്യൂ g ആണ്. അവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര? എസ് എത്ര? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഡിസ്റ്റൻസ് എത്ര? ഇതാണ് ട്രാവൽ ചെയ്തത്. അതെത്രയാണ്? എക്സ് ആണ്. അതെത്രയാണ്? എക്സ് ആണ്. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ v² ഈസിക്വൽ ടു യുവിൻ്റെ വാല്യൂ 0 ആണ്. 2 ഇൻറ്റു എക്ക് പകരം ജി ഇൻറ്റു എക്സ് 2gx എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ ഈസിക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gx എന്ന് വരും. അപ്പോൾ എന്താ വരിക? 2 വെട്ടിപ്പോയാൽ mgx എന്ന് വരും. ടോട്ടൽ എനർജി ഇനി കാണാം. ടോട്ടൽ എനർജി കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മായിരിക്കും. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി എത്ര? mg ഇൻറ്റു എക്സ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എത്ര? mg ഇൻറ്റു h മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ എമ്മും ജിയും കോൺസ്റ്റന്റ് എടുത്ത് പുറത്തൊരു കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സും ഈ മൈനസ് എക്സും വെട്ടിപ്പോവും. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? mgh കിട്ടി. റെഡിയാ? ഇത്രയും നേരം ഓക്കെ ആണോ? ഇതുവരെ ലൈക്ക് അടിക്കാത്തവരുണ്ട്, ഒന്ന് ലൈക്ക് അടിക്കണേ. ഒന്ന് ഫ്രണ്ട്സിന് ഇത്തവണ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒറ്റ തവണെങ്കിലും ഒരു ഫ്രണ്ടിനെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യുക. എന്നിട്ട് അവനോട് കാണാൻ പറ, നിങ്ങളൊന്ന് ഉപദേശിക്കുക. ഇനി അറ്റ് സിയുടെ കേസിൽ കൂടി നമുക്ക് എഴുതണം. സിയുടെ കേസിൽ എങ്ങനെയാണ് നമ്മൾ എഴുതുക? സിയുടെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി എത്ര ആയിരിക്കും? mg ഇൻറ്റു എച്ച്. അവിടെ എച്ചിൻ്റെ വാല്യൂ എത്ര? ഗ്രൗണ്ട് എത്തിക്കഴിഞ്ഞാൽ ഹൈറ്റ് എത്ര? സി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ എച്ചിൻ്റെ വാല്യൂ 0. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇനി കൈനറ്റിക് എനർജി ഹാഫ് mv² എന്നാണ് ഇക്വേഷൻ. എടാ v² ഈസിക്വൽ ടു u² പ്ലസ് 2 ഇൻറ്റു as. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ യുവിൻ്റെ വാല്യൂ 0 ആണ്, എൻ്റെ വാല്യൂ g ആണ്, എസിൻ്റെ വാല്യൂ ഇപ്പോൾ ടോട്ടലായിട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര? ഇത്രയും ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്തത്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? h ആണ്. അപ്പോൾ h കൊടുത്തു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ v² ഈസിക്വൽ ടു u 0 ആയി. 2 ഇൻറ്റു എക്ക് പകരം g ആണ്, എസിന് പകരം h ആണ്. അപ്പോൾ v² ഈസിക്വൽ ടു 2gh കൊടുക്കും. അപ്പോൾ കൈനറ്റിക് എനർജി ഈസിക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gh ക്യാൻസൽ ആവും. 2 ക്യാൻസൽ ആയാൽ കൈനറ്റിക് എനർജി ഈസിക്വൽ ടു mgh എന്ന് കിട്ടി. അപ്പോൾ നമ്മളുടെ പ്രൂഫായി ടോട്ടൽ എനർജി ഈസിക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസിക്വൽ ടു mgh. അപ്പോൾ ഇവിടെ mgh ആണ് ടോട്ടൽ എനർജി, ബിയുടെ കേസിൽ mgh ആണ് ടോട്ടൽ എനർജി, സിയുടെ കേസിലും ടോട്ടൽ എനർജി mgh ആണ്. ഹെൻസ് ദ പ്രൂഫ് എന്നും കൂടി നിങ്ങൾ എഴുതട്ടോ. പ്രൂഫായി 3 മാർക്ക് അല്ലെ 4 മാർക്ക്. ഇനി ഇതിന്റെ ഗ്രാഫിക്കൽ വേരിയേഷൻ ചോദിക്കും. ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് ഫ്രീലി കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ കേസ് ഓഫ് ഫ്രീലി ഫോളിംഗ് ബോഡി. മക്കളെ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എയിൽ നിന്ന് വരുമ്പോൾ എയിൽ നിന്ന് സിയിലോട്ട് വരുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ്ലി കൈനറ്റിക് എനർജി ആയിട്ട് മാറുകയാണ് കേട്ടോ. ഇത് നിങ്ങൾ അറിഞ്ഞു വെക്കുക. കാരണം എ എന്ന് പറഞ്ഞ പോയിന്റിൽ കൈനറ്റിക് എനർജി 0 ആണ്, കംപ്ലീറ്റ് എനർജി എന്താണ്? mgh, അതായത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ്. എന്നാൽ സിയിലെത്തുന്ന സമയത്തോ പൊട്ടൻഷ്യൽ എനർജി 0, അത് കംപ്ലീറ്റ്ലി കൈനറ്റിക് എനർജി മാറി. അപ്പോൾ എയിൽ നിന്ന് സിയിലോട്ട് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ്ലി കൈനറ്റിക് എനർജി ആയിട്ട് മാറി. അത് ഇതിലേക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക, ഈ ഷേപ്പിലാണ് വരിക. അപ്പോൾ ഇതിൽ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മുകളിൽ ഒരു ലൈൻ വരും. അപ്പോൾ ഇതിൽ എപ്പോഴും കുട്ടിയെ കൺഫ്യൂസ്, ഇതിൽ ഏതാ ടോട്ടൽ എനർജി, ഏതാണ് പൊട്ടൻഷ്യൽ എനർജി, ഏതാ കൈനറ്റിക് എനർജി? മുകളിലത് ടോട്ടൽ എനർജി, അത് എപ്പോഴും കോൺസ്റ്റൻ്റാണ്, എനർജി കോൺസ്റ്റൻ്റാണ്. ഇനി അങ്ങോട്ട് പോകുന്തോറും ഹൈറ്റ് കൂടുക അല്ലേ? ഹൈറ്റ് കൂടല്ല, അങ്ങോട്ട് പോകുന്തോറും ഹൈറ്റ് കൂടുന്തോറും കൂടി വരുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ ഇത് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അപ്പോൾ മറ്റേതായിരിക്കും? കൈനറ്റിക് എനർജി ആയിരിക്കും.
അടുത്ത കേസ് കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഡെഫിനീഷനും എക്സാമ്പിളും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ എക്സാമ്പിൾ എങ്കിലും ഓർത്ത് വെക്കുക. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇനീഷ്യലും ഫൈനൽ പൊസിഷനും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഏത് വഴി വന്നാലും അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഏത് വഴി ഞാൻ കൺസർവേറ്റീവ് ഫോഴ്സ് വഴി വർക്ക് ചെയ്താലും ഏത് വഴി പോയാലും വർക്ക് ഡൺ എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം അത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഈ ഇനീഷ്യൽ പോയിന്റിനും ഫൈനൽ പോയിന്റിനും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് ഡെഫിനിഷൻ. ഇനി എക്സാമ്പിൾ പഠിക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. അറ്റ്ലീസ്റ്റ് 4 എണ്ണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 എണ്ണമെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കാം. എക്സാമ്പിളാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ എ സൈക്ലിക് പ്രോസസ്, ഒരു പോയിന്റിൽ തന്നെ തിരിച്ചെത്തുന്ന രീതിയിലുള്ള സൈക്ലിക് പ്രോസസ് ചെയ്താൽ അത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ചെയ്തെങ്കിൽ വർക്ക് ഡൺ വിൽ ബി 0. അറിഞ്ഞിരിക്കേണ്ട ചോദ്യം കേട്ടോ. ഇനി നോൺ കൺസർവേറ്റീവ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യൽ പോയിന്റിനും ഫൈനൽ പോയിന്റിനും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, ആ പോയ വഴിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഏത് വഴി പോയാലും അതിൻ്റെ വർക്ക് ഡൺ ഒക്കെ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കില്ല. കൺസർവേറ്റീവ് ആണെങ്കിൽ 2 വർക്ക് ഡൺ ഈക്വൽ ആയിരിക്കും, W1 W2 ഈക്വൽ ആയിരിക്കും. ഇവിടെ W2 ഈക്വൽ ആണോ? ഈക്വൽ അല്ല. എക്സാമ്പിൾസ് പഠിക്കുക. ഫ്രിക്ഷണൽ ഫോഴ്സ്, എയർ റെസിസ്റ്റൻസ്, വിസ്കസ് ഫോഴ്സ് പോലുള്ളവരൊക്കെ എന്താണ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. നമ്മളിപ്പോൾ പഠിച്ച കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് സ്പ്രിംഗ് ഫോഴ്സ്. അതുമായി ബന്ധപ്പെട്ട സ്പ്രിംഗിൽ സ്റ്റോർ ചെയ്ത പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലും കൂടി ഇയാൾ ഉള്ളത് കൊണ്ട് തന്നെ 2 ചാപ്റ്ററിൽ ഓവർലാപ്പ് ചെയ്യുന്ന ടോപ്പിക്കാണ്. മസ്റ്റായിട്ട് പഠിക്കണം. 2 or 3 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. അപ്പോൾ നോക്കാം. ഒരു സ്പ്രിംഗ് വരയ്ക്കാം. സ്പ്രിംഗിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K ആണ്. അയാളെ മീൻ പൊസിഷൻ x=0 എന്ന് മാർക്ക് ചെയ്തു. അവിടെ ഞാൻ എന്ത് ചെയ്തു, F എന്ന് പറഞ്ഞ ഫോഴ്സ് വെച്ച് ഈ സ്പ്രിംഗിനെ കൊണ്ട് സ്ട്രെച്ച് ചെയ്തു. അപ്പോൾ x=+x എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് വരെ എന്ത് ചെയ്തു, ഈ സ്പ്രിംഗ് സ്ട്രെച്ച് ചെയ്തു. അപ്പോൾ x ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. റെഡി. അപ്പോൾ അവിടെ നിന്ന് സ്വാഭാവികമായിട്ട് അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഒക്കെ ഉണ്ടാവും, നിങ്ങൾ അറിയുമായിരിക്കും. അപ്പോൾ അവിടെ സ്പ്രിംഗ് എന്ത് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡെറിവേഷൻ തുടങ്ങുന്നത്. അപ്പോൾ സ്മോൾ വർക്ക് ഡൺ, അവിടുത്തെ സ്മോൾ വർക്ക് ഡൺ DW അവിടുത്തെ ഫോഴ്സ് ഇൻറ്റു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് DX ആണ് നമ്മൾ എഴുതാം. അപ്പോൾ ടോട്ടൽ വർക്ക് ഡണ്ണ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യും. 2 സൈഡിൽ ഇൻ്റഗ്രേറ്റ്, ചുമ്മാ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിടാ. ഇൻ്റഗ്രൽ ഒരു ലിമിറ്റും കൂടി കൊടുക്കുക, 0 മുതൽ x വരെ എന്ന് ലിമിറ്റ് കൊടുക്കുക. എഫിന് പകരം നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. F=-kx നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ -kx dx എന്ന് വരും. റെഡി. അപ്പോൾ ഇൻ്റഗ്രൽ DW എന്ന് പറഞ്ഞാൽ W ആണ്. K നമ്മൾ പുറത്തു കൊടുത്തു, -k പുറത്തു കൊടുത്തു. ബാക്കി ആരാളുള്ളത്, 0 to x dx എന്നാണ് അല്ലേ. x dx എന്നാണ് ബാക്കി വരിക. എടാ ഇൻ്റഗ്രൽ 0 to x dxൻ്റെ വാല്യൂ വരുന്നത് x²/2 എന്നാണ്. ഇപ്പോൾ ഇത് വർക്ക് ഡൺ. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കാണണം. അപ്പോൾ നിങ്ങൾ ഒരു വാക്കും കൂടി എഴുതാം. ദിസ് വർക്ക് വിൽ ബി സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾ എഴുതാം. അതുകൊണ്ട് നേരെ ഒന്ന് മാറ്റി എഴുതാം. U=kx²/2 ഓർ ½ kx²/2. മൈനസ് എഴുതിയാൽ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് തരും കേട്ടോ. നോ വറീസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ ഗ്രാഫിക്കൽ വേരിയേഷൻ ആണ്. ഇത് ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് കൂടുതൽ വരുന്നത്. എന്നാലും വളരെ ക്വിക്കായിട്ട് ഇവിടെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ എനർജി വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മുടെ സ്പ്രിങ്ങിൻ്റെ എനർജി വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പാണ് വരിക അല്ലേ. ഇങ്ങനൊരു ഷേപ്പ് വരും. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇതിൽ ടോട്ടൽ എനർജി ഏതാ, ഈ മുകളിൽ കോൺസ്റ്റൻ്റ് ആയി പോകുന്നതാണ് ടോട്ടൽ എനർജി. ഇനി ഇതിൽ ഏതാണ് കൈനറ്റിക് എനർജി, ഏതാ പൊട്ടൻഷ്യൽ എനർജി എന്ന് ചോദിച്ചാൽ രണ്ട് എൻഡിലും ഒരു സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്താൽ ഈ എൻഡിലായാലും ഇനി ഈ നെഗറ്റീവ് എൻഡിലായാലും സ്പ്രിങ് എന്താണ്, ആ എൻഡിൽ വെലോസിറ്റി 0 ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും, കൈനറ്റിക് എനർജി 0. അപ്പോൾ രണ്ട് എക്സ്ട്രീമിലും കൈനറ്റിക് എനർജി എന്തായിരിക്കും, 0 ആയിരിക്കും. 2 എൻഡിലും കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഏതാ, കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പോൾ ഇയാളായിരിക്കും പൊട്ടൻഷ്യൽ എനർജി. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഓർത്ത് വെച്ചാൽ മതി. വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത പവർ എന്താണെന്നുള്ള ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കുക. കഴിഞ്ഞു. ഈ ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക് എത്തി. പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ, വർക്ക് ചെയ്യുന്നതിൻ്റെ റേറ്റ് ആണ്, അവർ ടൈം റേറ്റ് ആണ്, അല്ലെങ്കിൽ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് എന്നും പറയാം. അപ്പോൾ പവർ P = നിങ്ങൾ എല്ലാവരും പഠിച്ച W/T എന്നായിരിക്കും. അതിൻ്റെ കൂടെ E/T എന്നും കൂടി പഠിച്ചു വെക്കുക. ആൻഡ് ഇതിൻ്റെ യൂണിറ്റ്, SI യൂണിറ്റിൻ്റെ പേര് വാട്ട് എന്നാണ് കേട്ടോ. WATT എന്നാണ്. ക്യാപിറ്റൽ ലെറ്റർ W ആണ് അയാളെ സിമ്പിൾ വരുന്നത്. 1 HP എന്നത് ഇയാളെ സ്പെഷ്യൽ യൂണിറ്റ് ആണ്. 1 HP = 746 വാട്ട്സ്. അങ്ങനെയാണെങ്കിൽ 3 HP എത്ര വാട്ടാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എത്ര വാട്ടാണ് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം മക്കളെ. ഇനി എലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അതിൽ. അപ്പോൾ എലാസ്റ്റിക് കൊളിഷൻ എന്താണെന്ന് പഠിക്കാം. അപ്പോൾ 2 തരം കൊളിഷനാണുള്ളത്, ഒന്ന് എലാസ്റ്റിക്കും ഒന്ന് നോൺ ഇലാസ്റ്റിക്കും. അപ്പോൾ എലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിലും നോൺ ഇലാസ്റ്റിക് ആണെങ്കിലും മക്കളെ ഏത് കൊളിഷനിലും ലീനിയർ മൊമെൻറ്റം P കൺസേർവ്ഡ് ആയിരിക്കും, ടോട്ടൽ എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. ഇനി എലാസ്റ്റിക് കൊളിഷൻ ആകുമ്പോൾ കൈനറ്റിക് എനർജി എന്താവും, കൺസേർവ്ഡ് ആവും.
ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെന്റവും ടോട്ടൽ എനർജി പറയാതെ തന്നെ അവിടെ കൺസേർവ്ഡ് ആണ്. നമുക്കറിയാം ടോട്ടൽ മെക്കാനിക് എനർജി എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. പിന്നെന്താ, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഇതൊക്കെ റിയൽ ലൈഫിൽ ഞാൻ കൈ കൂട്ടിയിടിച്ചാൽ അത് ഇലാസ്റ്റിക് കൊളീഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് ഇലാസ്റ്റിക് കൊളീഷൻ നമ്മൾ പറയാറ്. ഇനി ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഏത് കൊളീഷൻ ആയാലും ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആണ്, ടോട്ടൽ എനർജി എന്തായിരിക്കും കൺസേർവ്ഡ് ആ, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആവില്ല. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ലാത്ത കൊളീഷനാണ്. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയ കൊളീഷൻ. അപ്പോൾ അതാണ് ഡിഫറൻസ്. അപ്പോൾ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ഒരു ചളി നമ്മൾ മതിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റിക്ക് ചെയ്യും. അപ്പോൾ കൈനറ്റിക് എനർജി അവിടെ കൺസേർവ്ഡ് അല്ല. ഇനി റിയൽ ലൈഫിലുള്ള ഏത് കൊളീഷൻ എന്താണ്, ഇലാസ്റ്റിക് കൊളീഷൻ എക്സാമ്പിളാണ് കേട്ടോ. അത് ഓർത്ത് വെക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇയാളുടെ ആ ഒരു റിലേറ്റീവ് വെലോസിറ്റി ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നില്ല, വല്ലപ്പോഴും വരുള്ളൂ. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് സമയം കണ്ടെത്തി തന്നെ പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്. ഈ ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്, 1 by വരുന്നുണ്ട്. എല്ലാവരും എല്ലാ സാധനങ്ങളും നിങ്ങളുടെ പ്ലേലിസ്റ്റ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ബൈ.